കുറച്ചായി. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാനാ നോക്കുന്നത്. അതെന്തിന്? ഓ, അവന്റെ പൈസ മുഴുവൻ നിങ്ങൾ എടുത്തു വെക്കുന്നുണ്ട് അവന്റെ സേവിങ്സിന്. അത് നല്ലതാ. പിന്നെ നിനക്ക് ചെറിയൊരു വരുമാനമല്ലേ ഉള്ളൂ. പിന്നെ വീട്ടിലെ ചെലവാ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ സേവിങ്സ്, എന്റെ അമ്മ അതൊന്നും അല്ല. ഏട്ടന് ജോലി പോയിട്ട് ഇപ്പൊ 5-6 മാസമായി. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും മിച്ചം പിടിക്കാൻ. പിന്നെ മാസം അവസാനം ഒരു 5,000-6,000 രൂപ ഉണ്ടാവും. പിന്നെ ഏട്ടന് തന്നെ കുറെ ആവശ്യങ്ങളുണ്ട്. പിന്നെ വീട്ടിൽ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. നീ എന്തൊക്കെയാടി പറയുന്നത്? അപ്പൊ മരുമോന് ജോലി പോയോ? അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമാവെന്ന് വിചാരിച്ചിട്ടാ ആരെയും ഒന്നും അറിയിക്കാതിരുന്നത്. ഏട്ടനാ പറഞ്ഞു വീട്ടിലൊന്നും അറിയിക്കണ്ട, അമ്മയ്ക്കും അച്ഛനും അനിയനൊക്കെ ഒരുപാട് വിഷമാവുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, കഷ്ടപ്പാടില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. ആ പഴയ സ്ഥലത്തെ തീർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ മാനേജർ ഭയങ്കര സാധനം. പിന്നെ എന്ത് പറയാൻ, ഈ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര ഇന്റർവ്യൂനാന്ന് അറിയാം ഓരോ ദിവസം പോകുന്നു, പക്ഷെ എവിടെയും കിട്ടണില്ല. അയ്യോ, ഇപ്പൊ ഇതാണ് അവസ്ഥ. ഈ ഫ്രിഡ്ജിൽ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് മുഴുവൻ അവൻ വാങ്ങിക്കൊണ്ടു വന്നാന്ന്. അപ്പൊ കുടുംബം മുഴുവൻ നിന്റെ ചെലവിലല്ലേ കഴിയുന്നത്? ഷോ, ആ അമ്മ ഞാൻ തന്നെ നോക്കുന്നേ. അമ്മയ്ക്ക് എന്താ വിശ്വാസം ആകുന്നില്ല. പിന്നെ ഈ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവില്ലല്ലോ. ഏട്ടൻ ജോലി കിട്ടുന്നവരല്ലേ, അത് കഴിഞ്ഞ് എല്ലാം ശരിയാവും. അമ്മ ഞാൻ പോട്ടെ, ഇനി നിന്നാ മതി. ഏട്ടാ ശരി, ഇറങ്ങട്ടെ. പോയിട്ട് അമ്മേ, ആ ഫ്രിഡ്ജിലേ ചിക്കൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കണതോ അമ്മ ഉണ്ടാക്കുവോ? വേണ്ട മോനെ, ഞാൻ ഉണ്ടാക്കാം. അല്ല, അമ്മ കഴിക്കുന്നല്ലേ? ഇല്ല മോനെ, എനിക്ക് ബിപിന്റെയും ഷുഗറിന്റെയും ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ടേ സമയത്തിന് ഭക്ഷണം കഴിക്കണം. അപ്പൊ പിന്നെ ഞാൻ നേരത്തെ കഴിച്ചു. അതെന്തായാലും നല്ലതാണ്. ബി പി ഷുഗറൊക്കെ ഉണ്ടെങ്കിലേ ഭക്ഷണമൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് കഴിക്കണം. ഇതെന്താ കറി? അതെന്താ, അത് മത്തങ്ങയും പയറും കൂടി വെച്ചതാ. ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴേ കുറച്ച് മത്തങ്ങ ഉണ്ടായിരുന്നു. പിന്നെ പയറാണെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ ഒരു ഇത്തിരി ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് കറി വെക്കാം, അല്ലെങ്കിൽ ചീഞ്ഞു പോയാലോ, അങ്ങനെ ഉണ്ടാക്കിയതാ. അല്ല, ചിക്കൻ ഉണ്ടല്ലോ, അതുണ്ടാക്കുന്നല്ലേ അമ്മ പറഞ്ഞേ. ഇതൊന്നും ഞാൻ അങ്ങനെ കഴിക്കലില്ല. അയ്യോ, കഴിക്കാറില്ല. അതെനിക്ക് അറിയില്ലായിരുന്നു മോനെ. പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എന്താണ് കിട്ടുന്നത് അതൊക്കെ കഴിച്ചങ്ങോട്ട് ശീലിക്കണം. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറണ്ടേ? സാഹചര്യോ? എന്ത് സാഹചര്യം? അതല്ല, ഇവിടെ ഇപ്പൊ ഒരാൾക്കല്ലേ ജോലി ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രിഡ്ജിൽ ഒരു കഷ്ടി 1 കിലോ ചിക്കൻ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് പൈസ കൊടുത്ത് വാങ്ങി തന്നവൾ അവിടെ ജോലിക്ക് പോയിരിക്കുക. നമ്മള് ഒന്നും ചെയ്യാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്നവരത് കഴിക്കാന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ കഴിച്ചാൽ നമുക്ക് ഇറങ്ങുമോ?